ഹലോ കേട്ടോ? ഈ വൈകിയ വേളയിൽ ഒരു പൊതുസമ്മേളനത്തിൻ്റെയോ ഒരു സ്വാഗത പ്രസംഗത്തിൻ്റെയോ ഒരാവശ്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഓരോരോ കീഴ്വഴക്കങ്ങളാകുമ്പോൾ അത് തെറ്റിക്കാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ നടത്തുന്നത്. എനിക്കറിയാം ഭയങ്കര ബോറിംഗ് ആയിരിക്കും എന്നറിയാം. എന്നാലും കുറച്ച് കാര്യങ്ങൾ അറിയാമല്ലോ, നമ്മുടെ വാട്സപ്പ് മെസ്സേജ് ഒന്നും നിങ്ങൾ ആരും ഓപ്പൺ ആക്കാറില്ല. നമ്മുടെ WMA നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിലോട്ട് ഇപ്പം മാത്രമേ എത്തിക്കാൻ പറ്റുള്ളൂ എന്നറിയാം. അതുകൊണ്ട് മാത്രമാണ്. എന്നാലും കുറേ പേര് പുറകിലുണ്ട്. പുറകിൽ ചേട്ടന്മാരൊന്ന് കേൾക്കാവോ? പുറകിൽ ചേട്ടന്മാരെ ഒന്ന് കേൾക്കാവോ? എന്നാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഞങ്ങൾ തീർത്തിട്ട് പോകോളാം. പെട്ടെന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ പരിപാടി തീർക്കുന്നതായിരിക്കും. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ WMA നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയിക്കാനാണ്. അപ്പം എന്നാ പറയണ്ടേ, ഞങ്ങൾക്കൊരു കപ്പിത്താനുണ്ട്, ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ WMAയുടെ പ്രസിഡന്റ് ഔറാഞ്ചേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടും ഏകദേശം ഒരേ വൈബാണ്. മിക്കവാറും ഞങ്ങൾ തമ്മിൽ തീപ്പൊരി അടിയാണ്. ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ മുഖത്ത് നോക്കി സംസാരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അടിച്ച് പീഡിച്ച് ലാസ്റ്റ് ഞങ്ങളൊരു തീരുമാനത്തിൽ എത്താറുണ്ട്. ആ സമയത്ത് ഒരു കാര്യത്തിന്റെ ഒരു 360 ആംഗിളിൽ, അതായത് ഇനി ഒരു പ്രശ്നം ഉണ്ടാകാനില്ല അമ്മാര് രീതിയിൽ ഞങ്ങൾ സംസാരിക്കും, ഒരു തീരുമാനം ഏറ്റെടുക്കാറുണ്ട്. ആ തീരുമാനം ആ രീതിയിൽ തന്നെ നടത്തുകയും ഇപ്പോൾ വളരെ ഈ രീതിയിൽ കാണുന്ന WMA കൊണ്ടു നടത്താൻ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഔറാഞ്ചേട്ടൻ, ഒപ്പം തന്നെ ഈ അടുത്ത കാലത്ത് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയെങ്കിലും ഉള്ളം കയ്യിൽ WMA കൊണ്ടു നടക്കുകയും ചെയ്തു. WMAയുടെ ഒരു സാരഥി എന്നതിലപ്പുറം WMAയുടെ ഒരു പേരാണ് ഇപ്പം ഔറാഞ്ചേട്ടൻ. ഈ അടുത്ത് 50 അടിച്ചു. നിങ്ങൾ ആരും അറിഞ്ഞാണെങ്കിൽ ലാസ്റ്റ് വീക്ക് ആയിരുന്നു 50 അടിച്ചത്. നമ്മുടെ കപ്പിത്താൻ, ക്യാപ്റ്റൻ ഓഫ് അവർ ഷിപ്പ്, നമ്മുടെ സ്വന്തം ഔറാഞ്ചേട്ടൻ നിറഞ്ഞ കൈകളോടുകൂടി ഞാനൊന്ന് സ്വാഗതം ചെയ്തതെ. ഒന്ന് കൈയടിച്ച് എല്ലാവരും. അടുത്തത് ഞങ്ങളുടെ കോർ കമ്മിറ്റിയാണ്. ഞങ്ങളൊരു 5 പേരുടെ ഒരു കോർ കമ്മിറ്റിയാണ്. അതിൽ അനുസരിച്ച് നാട്ടിൽ പോയി. ഞാൻ ഇടയ്ക്കൊക്കെ ഡിപ്രഷൻ അടിച്ച് പണ്ടാരടങ്ങാറുണ്ട്. കാരണം നമ്മളെ അറിയാമല്ലോ, നിങ്ങളറിയുന്ന ഇത്രയും ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര എളുപ്പമൊന്നുമല്ല. പല പല അഭിപ്രായങ്ങളുണ്ടാകാം, പല പല വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു കോർ കമ്മിറ്റി ഉണ്ട്. ദ കോർ ഈസ് ഈക്വൽ ടു എ കാമ്പ്. WMAയുടെ കാമ്പാണ് ഇപ്പോഴത്തെ ഈ കമ്മിറ്റി. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ മാഗി ചേച്ചി പറയുന്നത് ഒരു കാര്യം ജെനുവിൻ ആണെങ്കിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കും, കല്ല് പോലെ കൂടെ നിൽക്കുന്ന ഒരാളാണ് മാഗി ചേച്ചിനെ നിറഞ്ഞ കൈകളോട് ഞാൻ സ്വാഗതം ചെയ്തു. ഒപ്പം തന്നെ ഞങ്ങളുടെ സ്വന്തം മിഥുൻ അധികം സംസാരിക്കാറില്ല. അവൻ വളരെ കുറച്ച് കാര്യങ്ങളെ മിണ്ടാറുള്ളൂ. അവൻ പറയുന്ന കാര്യങ്ങൾ പോയിന്റാണ്. അവനൊരു കാര്യം വേണോന്ന് ചോദിച്ചാൽ ഞാനത് ചെയ്യാറില്ല, കാരണം അത് വേണ്ട, അതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് വളരെ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അവനങ്ങനെ പറയാറുള്ളൂ. ബാക്കി എല്ലാത്തിനും ഫുൾ സപ്പോർട്ടാണ് വെച്ചാൽ. അപ്പം മിഥുനെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഫാമിലി എന്ന് പറയുന്നതിനും അപ്പുറം അവരെല്ലാം എനിക്ക് എന്താ പറയുക, സഹോദരങ്ങളെ പോലെയാണ്. കാരണം പ്രത്യേകിച്ച് ഒരു ലക്ഷ്യബോധമോ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാൾ എന്നറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ ബിഗിനില്. അങ്ങനെയുള്ള ആൾക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇച്ചിരി കഴിവും ഇച്ചിരി കാര്യപരവും ഉള്ള ആൾക്കാരായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം പോലെ എൻ്റെ കൂടെ കിട്ടിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അങ്ങനെയുള്ളവർ തന്നെയാണ്. തരക്കേടില്ലാതെ പരിപാടികളൊക്കെ മുന്നേറി പോകുന്നുണ്ട്. എല്ലാ ദൈവാനുഗ്രഹത്തിലും അങ്ങനെ പോകുന്നുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾ 20 പേരുടെയൊക്കെ ഒരു കമ്മിറ്റി ഏറ്റെടുത്ത് വെച്ചേക്കുന്നത്? സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിക്ക് വിളിച്ചൊരു കമ്മിറ്റിയാണ് ഞങ്ങളുടെ കമ്മിറ്റി. ഒരാൾ സിക്ക് വിളിക്കുമ്പോൾ അടുത്ത ആൾ സിക്ക്, ഇങ്ങനെ സിക്ക് വിളിച്ച് പോവുമെങ്കിലും എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടാണ്. ഈ അടുത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് ഷിബിനൊക്കെ. അവനെന്തുവാ, അവൻ ആ റെസ്റ്റ് പോലും എടുക്കാതെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ജിനോ ചേട്ടനൊന്നും കാണാൻ പോലും കിട്ടുന്നില്ല. ഫുൾ ടൈം നമ്മുടെ പരിപാടികളിലെല്ലാം കൂടെ നിൽക്കുകയും തുടക്കം തൊട്ട് അവസാനം വരെയും എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്ന ആളാണ് ഞങ്ങളുടെ കമ്മിറ്റിക്കാര്. അതിൽ പ്രത്യേകം പറയേണ്ടതാണ് പ്രോഗ്രാം കമ്മിറ്റി. കാരണം ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് അവര്. കാരണം ഇത്ര ആൾക്കാരുടെ പിള്ളേരെയും കാര്യങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ തന്നെ ചെറിയൊരു കാര്യമല്ല. ഒപ്പം തന്നെ പല വീടുകളിലും എനിക്ക് തോന്നി ഈ അടുത്ത് യൂബ്രൈറ്റ്സിൽ നിന്നും ജസ്റ്റീറ്റിൽ നിന്നാണ് ഫുഡ് പോകുന്നതെന്ന് അറിയുന്നത്. കാരണം അവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കാൻ സമയമില്ല. കാരണം ഫുൾ പ്രോഗ്രാമിന്റെ ബാക്ക് ടു ബാക്ക് തിരക്കിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കമ്മിറ്റിക്കാർ, ഞാൻ പേര് പറയുകയാണ് കാരണം അത് പറഞ്ഞില്ലേ മോശമാണ്. അനിത ചേച്ചി സജിത നാട്ടിൽ പോയി, നിമിഷ, സോണിയ, മെറിൻ, ധനുഷ്, അരുണ്, ജിനോ ചട്ടായി, ഷെല്ലി, അനീഷ് കുമാർദാസ്, അൻസൻ, അനുജോയമോൻ, വിവേക് മഠത്തിൽ, ഷിബിൻ ബേബി, എല്ലാവരെയും നിറഞ്ഞ കൈകളോട് ഞാൻ സ്വാഗതം ചെയ്തോട്ടെ.
അടുത്ത ഞങ്ങളുടെ സ്പോൺസേഴ്സ് ആണ്. പലരും പറയാറുണ്ട് WMAക്ക് അധികം ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലല്ലോ, നിങ്ങൾ ഇച്ചിരി ചെറിയ ലോക്കലായിട്ടൊക്കെ പരിപാടി ചെയ്താൽ പോരെ, ഇത്രയ്ക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ WMA വളർന്നു. നമ്മുടെ WMA നോർത്ത് വെസ്റ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സംഘടനകളിൽ ഒന്നാണിപ്പം. നമ്മുടെ സംഘടനയെ നടത്തുന്ന എല്ലാ കാര്യങ്ങളുടെയും തട്ട് താഴെ തന്നെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും, ഞങ്ങളുടെ കൂടെയുള്ളവരും എല്ലാം. അപ്പം ആ രീതിയിലുള്ള പരിപാടികൾ നടത്തണമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പറ്റുവാണെങ്കിൽ ഒരു ഫോം പാർട്ടിയൊക്കെ നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളുടെ സാമ്പത്തികം മാത്രം പോരാ. ആ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ ബാലൻസ് എടുത്ത് നോക്കുമ്പോഴത്തേനും വളരെ സങ്കടം വരാറുണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലൊക്കെ. ഇതിനൊക്കെ കാണിക്കും വളരെ വിഷമം വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ലൂസിഫർ ലാലേട്ടൻ പറയുന്ന പോലെ WMA യു ഹാവ് എ മെസ്സേജ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഫണ്ട് ഇട്ട് തരുന്നവരാണ് ഞങ്ങളുടെ സ്വന്തം സ്പോൺസേഴ്സ്. ഞങ്ങളുടെ സ്പോൺസേഴ്സിന്റെ പേര് പറയണം: കെയർ ഓഫ് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്, ആപ്റ്റസ് ലീഗൽ, ഫ്ലൈ ഈസി ടൂർ, സേവിയേഴ്സ് അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റേഴ്സ്, വിഗൻ വില്ലേജ് മാർക്കറ്റ്, മൈക്രോലിങ്ക് ടെക്നോളജി ആൻഡ് സൊല്യൂഷൻസ്, ഇൻഡോ ഫിലിഗ്രീസ് ജൂലേഴ്സ്. ഇവരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇനിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് പരിപാടികൾ നടത്താൻ പറ്റുള്ളൂ. അവർ ഓരോരോ സ്ഥാപനങ്ങൾ നടത്തുകയാണ്. ആ സ്ഥാപനങ്ങളിൽ നിങ്ങളെല്ലാവരും അവരുടെ ബിസിനസ്സെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ ഇത്തവണത്തെ ഇനാഗ്രേഷൻ ആൻഡ് ചീഫ് ഗസ്റ്റ് ബൈ WMA ഫാമിലി എന്നാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അത് ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് വിഗൻ മേയറാണ്. അതായത് നമ്മുടെ ജെന്നി ബുള്ളനും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ആൻഡ്രു ബുള്ളനുമാണ്. അവർ ഇത്തവണ നമ്മൾ കോൺടാക്ട് ചെയ്തായിരുന്നു. അവർ വളരെ ഹാപ്പി ആയിട്ടാണ് പോയതും. അത് കഴിഞ്ഞിട്ട് ഇത്തവണത്തെ മെയിൽ വരാൻ പോകുന്ന പ്രോഗ്രാമിൽ നമ്മൾ ക്ഷണിച്ചിട്ടുമുണ്ട്. പക്ഷേ സാഹചര്യ കാരണത്താൽ അവർക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ അവർ നമ്മളോട് പറഞ്ഞു ഡെപ്യൂട്ടി മേയറായ ആൻ കോളിൻസും കൗൺസിലർ ക്രിസ്റ്റഫർ റെഡ്ഡിയും വരാമെന്ന്, അതായത് നമ്മുടെ പരിപാടിക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എന്താ വേണ്ട എന്ന് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അങ്ങ് പോയാൽ ശരിയാകില്ല. കാരണം പ്രത്യേകിച്ച് ഡിപ്പെൻഡന്റ് വിസ വന്ന OETയും IELTSഉം പാസ്സാകാതെ ഞാനിവിടെ ഇംഗ്ലീഷൊക്കെ പറയുന്നതിനും പലരും പറഞ്ഞു എടാ ബോറാണ്, ഇനി ഇംഗ്ലീഷ് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ഇനിയിപ്പോ ആദ്യം നമ്മുടെ ആൾക്കാരായിട്ട് നമ്മുടെ വിഗനിലുള്ള ആൾക്കാരെ വെച്ച് തന്നെ അങ്ങ് പോയാലോ എന്ന് ആലോചിച്ചു. അപ്പൊ നമ്മൾ ഈ അടുത്ത് വാഴ 2 കണ്ടായിരിക്കും, എല്ലാവരും ഹിറ്റാന്ന് വിചാരിക്കും. ഹിറ്റായ ഒരു പടമാണ്. അതിനകത്തൊരു ഹിറ്റായ ഒരു ഡയലോഗ് ഉണ്ട്, നമ്മൾക്ക് നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ. ആ ഒരു സെയിം ഇതിൽ തന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഇത്തവണയും അങ്ങ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ താഴോട്ട് വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. സാധാരണ ഞങ്ങൾ ഇവിടെ മേളിലാണ് ചെയ്യുന്നത്. ഇത്തവണ കഴിഞ്ഞ വർഷം പോലെ താഴോട്ട് വെച്ചാൽ നമ്മുടെ ഒരു ലെവലിൽ തന്നെയാണ് എല്ലാവരും പരിപാടി ചെയ്യുന്നതെന്ന് ഓർത്തുകൊണ്ട് തന്നെ നമ്മൾ താഴെ നിന്നാണ് പരിപാടി ചെയ്യുന്നത്. അപ്പം ഇത്തവണത്തെ WMAയുടെ ഈസ്റ്റർ ഈദ് വിഷു പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റും ഒപ്പം തന്നെ ഇനാഗ്രേഷൻ ചെയ്യുന്ന എല്ലാ WMA ഫാമിലി മെമ്പേഴ്സിനെയും നിറഞ്ഞ കൈകളോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ ദൃശ്യനാഥ വിസ്മയം ഒരുക്കൊണ്ടിരിക്കുന്ന നമ്മുടെ JCB ഇവന്റ്സ്, ANF ഇവന്റ്സ്, DJ ഫാത്തിമാൻ, ഒപ്പം തന്നെ നമ്മുടെ സ്വന്തം ലാലു ചേട്ടൻ, നമ്മളെ ഫോട്ടോഗ്രാഫിൽ ഒത്തിരി സഹായിക്കുന്ന ബിനു, ഇവരൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കൊഴുപ്പേറുകയാണ്. ഇവരെ എല്ലാവരെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം തന്നെ ഇനിയിപ്പം പറയുന്ന സ്വാഗതമല്ല, നമ്മുടെ ഈ റീസെന്റ് ആയിട്ട് 1-2 പരിപാടികൾ പറഞ്ഞു നിർത്തുകയാണ്. ജസ്റ്റ് 2 മിനിറ്റേ ഉള്ളൂ, പറഞ്ഞു നിർത്തുകയാണ്. നമ്മുടെ അടുത്ത് പ്രൊജക്ട് മലബാരികസ് നടന്നായിരുന്നു. അത് ഒരു വൻ സക്സസ് ആയിരുന്നു. നമ്മുടെ WMAയുടെ ഭാഗത്ത് നിന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ ചെയ്തു. നമ്മളോട് 2 കാര്യമാണ് പറഞ്ഞത്: സോഷ്യൽ മീഡിയ സപ്പോർട്ടും ഒപ്പം തന്നെ അന്നത്തെ ദിവസത്തെ പ്രോഗ്രാമിന്റെ സപ്പോർട്ടും. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഭംഗിയായി ചെയ്തു. ആ പ്രോഗ്രാം ഒരു വിജയമായിരുന്നു. അന്നത്തെ പ്രോഗ്രാമിൽ ഒരു 3-1 WMA മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഏകദേശം 210ഓളം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട 2 റീല് നമ്മൾ ഇറക്കിയായിരുന്നു. ഒത്തിരി ചെയ്തു, 2 നമ്മൾ ചെയ്തു. ആ 2 റീൽ അത്യാവശ്യം റീച്ച് കയറി. സിതാര ബാക്ക് സ്റ്റേജ് വെച്ച് പറഞ്ഞത് നമ്മുടെ ആൾക്കാരെല്ലാം നല്ല ആക്ടേഴ്സ് ആണല്ലോ, നമ്മുടെ പെണ്ണുങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഒപ്പം നമ്മുടെ പരിപാടി വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നമ്മുടെ അപ്കമിങ് ഇവന്റ് ആണ് സ്പോർട്സ് ഇവന്റ്. ജൂൺ 13-ാം തീയതി വരുന്ന സ്പോർട്സ് ഇവന്റിന് നിങ്ങളെല്ലാം ഓഫ് എടുക്കണം. നോർത്ത് വെസ്റ്റ് സ്പോർട്സ് മീറ്റ് ആണ്, അന്ന് എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു കാര്യം കൂടെ പറയുകയാണ്, നമ്മുടെ ഫണ്ട് ഇഷ്യൂസ് ഒത്തിരി മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പിള്ളേർക്ക് ഒരു ക്യൂസ് ഡേ ചെയ്യണമെന്നുണ്ട്, കിഡ്സിന് ഒരു മൂവി നൈറ്റ് ചെയ്യണമെന്നുണ്ട്, സമ്മർ ക്യാമ്പ് ചെയ്യണമെന്നൊക്കെയാണ്. പക്ഷെ നമുക്ക് സാമ്പത്തികം വളരെ കുറവാണ്. അതിനിപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് കൗൺസിലിൽ നമ്മളൊരു പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാഷണൽ ലോട്ടറിയിലും നമ്മളൊരു പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. ഈ 2 പ്രൊജക്റ്റും ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ യൂത്ത് റെപ്പായുള്ള അനു ജോയ്മാനാണ്. ഇത് 2 പാസ്സാവുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം കിട്ടത്തില്ല,
ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരു സമ്മർ ആകുമ്പോൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു, അറിയത്തില്ല, ഒത്തിരി പ്രോസസ്സിംഗ് ഉണ്ട്. കിട്ടിയാൽ ഏകദേശം നമ്മുടെ പ്രോബ്ലംസ് എല്ലാം മാറുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നു. ഒപ്പം തന്നെ പുതിയതായിട്ട് വന്ന ഒത്തിരി ആൾക്കാരോടൊന്ന് പറയാനുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് WMA എന്ന് പറയുന്നത് 2 വീടും 4 കാറും ഒത്തിരി കാശുള്ള ഒരു സംഘടനയാണ്. അങ്ങനെയുള്ളവരല്ല, വളരെ നല്ല മനസ്സിനുടമകളാണ്. ഞാൻ ഈ അടുത്ത് വന്നിട്ട്, ഞാൻ 6 വർഷത്തോളം ആയല്ലോ WMA വന്നിട്ടുണ്ട്. എനിക്കിവിടെ ഈ വന്ന സമയത്ത് ആണ് എൻ്റെ കരിയറിലെ ഓരോരോ കാര്യങ്ങൾ സംബന്ധിച്ചത് എല്ലാ കാര്യങ്ങളും കൂടെ നിന്നവരാണ് ഈ WMA-ക്കാർ. WMA-ക്കാർ എന്നല്ല പറയുന്നത്, എല്ലാ സ്വന്തം ചേട്ടന്മാർ ചേച്ചിമാരെ പോലെയാണ് കണ്ടത്. അപ്പം ഇവരെല്ലാവരും മറ്റേ ചങ്ക് പറിച്ച് കൂടെ നിൽക്കുന്നവരാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കും ഇവിടെ ഇത്ര ജാടയുള്ള ആരുമല്ല. നിങ്ങൾ 2-3 പരിപാടിക്ക് വാ, 2-3 പരിപാടിക്ക് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരനൊക്കെ ഒന്ന് പറയണം ഇവിടെയൊക്കെ നല്ല പരിപാടിയാണ്, നിങ്ങളുടെ പിള്ളേരെയൊക്കെ ചേർക്കണം എന്ന് പറയണം. ഒപ്പം തന്നെ ഞങ്ങൾ ഈ അടുത്തൊരു മോട്ടോ ഇറക്കിയായിരുന്നു, പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് WMA. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം, നമ്മളിപ്പോൾ നോർത്ത് വെസ്റ്റിലെ നല്ലൊരു സംഘടനയായിട്ട് തന്നെയാണ് മുന്നോട്ടിരിക്കുന്നത്. പല ആൾക്കാരും നമ്മളോട് സോഷ്യൽ മീഡിയയിലൊക്കെ, എൻ്റെ അടുത്ത് കുറച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എടാ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ പൊളിച്ച് അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ, നല്ല റീലുകളും നല്ല കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാത്രമല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല ഒരു ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ പരിപാടി പോകുന്നത്. ശരിക്കും അഭിമാനത്തോടുകൂടി തന്നെ പറയാം. ഒരു ക്രിഞ്ച് ഡയലോഗ് അടിച്ച് ഞാൻ നിർത്തുകയാണ്. നിറഞ്ഞ കണ്ടത്തിൽ നിന്നും മിടിക്കുന്ന ഹൃദയവുമായി അഭിമാനത്തോടെ, ആവേശത്തോടെ, സന്തോഷത്തോടെ തന്നെ ഞാൻ പറയുന്നു, പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് WMA.